നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വീതിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കോഴിക്കോട് ജില്ലയിലെ വടകര, ബാലുശ്ശേരി എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കടത്തനാടിന്റെ വീതിയും ലോകനാർക്കാവ് പോലുള്ള പ്രശസ്ത ക്ഷേത്രങ്ങളുടെ സാന്നിധ്യവും കുഞ്ഞാലി മരക്കാരുടെ പോരാട്ട വീര്യവും ഉൾക്കൊള്ളുന്ന സാംസ്കാരിക സമ്പന്നമായ വടകര നിയോജക മണ്ഡലം. വടകര മുനിസിപ്പാലിറ്റിയും അഴിയൂർ, ഒഞ്ചിയം, ചേറൂട്, എറമല, വില്യാപ്പള്ളി തുടങ്ങിയ പഞ്ചായത്തുകളും ചേർന്നതാണ് വടകര നിയോജക മണ്ഡലം. ചരിത്രപരവും സാംസ്കാരികവുമായ ഏറെ പ്രാധാന്യമുള്ള ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും കിഫ്ബി വഴി വലിയ ഊന്നലാണ് നൽകുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം, ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം, കായികം, ടൂറിസം, റവന്യൂ സേവനങ്ങൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി വടകര നേരിടുന്ന പല വികസന മുരടിപ്പുകൾക്കും പരിഹാരം കാണാൻ ഈ പദ്ധതികളിലൂടെ സാധിക്കുന്നുണ്ട്. ഈ വികസന യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗതാഗത രംഗത്തെ മുന്നേറ്റം. വടകരയുടെയും സമീപ പ്രദേശങ്ങളുടെയും വളർച്ചയ്ക്ക് മികച്ച റോഡ്, റെയിൽവേ മേൽപ്പാല സൗകര്യങ്ങൾ അനിവാര്യമാണ്. ഇതിനായി കിഫ്ബി സഹായത്തോടെ പൊതുമരാമത്ത് വകുപ്പ്, കേരള റോഡ് ഫണ്ട് ബോർഡ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള എന്നീ ഏജൻസികൾ നടപ്പിലാക്കുന്നത് വലിയ പദ്ധതികളാണ്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡിന്റെ നവീകരണം. 16 കിലോമീറ്ററോളം വരുന്ന ഈ പ്രധാന പാതയുടെ നവീകരണത്തിനായി 77 കോടി 21 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് പൂർത്തിയാകുന്നതോടെ ഈ മേഖലയിലെ യാത്ര സുഗമമാകും. വടകരയിലെ മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്ന റെയിൽവേ ലെവൽ ക്രോസുകളിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാവുകയാണ് അയിരൂരിലെ റെയിൽവേ മേൽപ്പാലം. 29 കോടി 28 ലക്ഷം രൂപ ചെലവിൽ RBDCക്ക് നിർമ്മിക്കുന്ന ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഇത് വടകരയുടെയും മാഹിയുടെയും ഇടയിലുള്ള യാത്ര സുഗമമാക്കും. തീരദേശ മേഖലയുടെ വികസനത്തിൽ നാഴികക്കല്ലാകുന്ന പദ്ധതിയാണ് തീരദേശ ഹൈവേ. ഇതിന്റെ ഭാഗമായി വടകരയ്ക്ക് ലഭിക്കുന്നത് ചരിത്രപരമായ ഒരു മുതൽക്കൂട്ട് കൂടിയാണ്. കുഞ്ഞാലി മരക്കാർ പാലം. സാൻഡ് ബാങ്ക്സിൽ നിന്ന് കോട്ടയ്ക്കൽ കടവിലേക്ക് നിർമ്മിക്കുന്ന ഈ പാലത്തിന് 49 കോടി 77 ലക്ഷം രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ KRFP ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തീരദേശ ഹൈവേയുടെ ഭാഗമായ സാൻഡ് ബാങ്ക്സ് മുതൽ പുഴിത്തല വരെയുള്ള റോഡിന്റെ നിർമ്മാണവും കിഫ്ബിയുടെ പരിഗണനയിലാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശ യാത്ര കൂടുതൽ എളുപ്പമാകും. ടൂറിസം സാധ്യതകൾ വർദ്ധിക്കും. മികച്ച റോഡുകളിലൂടെയുള്ള യാത്ര സുഗമമാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനും സർക്കാർ ശ്രദ്ധ നൽകുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി സഹായത്തോടെ വടകര മണ്ഡലത്തിലെ നിരവധി സ്കൂൾ ആധുനികവൽക്കരിക്കപ്പെട്ടു. കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് നവീകരണം നടത്തിയത്. കില, കൈറ്റ്, വാപ്കോസ്, ഇൻകൽ ലിമിറ്റഡ് തുടങ്ങിയ ഏജൻസികളാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇതിലൂടെ സ്കൂളുകളിൽ ഹൈടെക് ക്ലാസ് മുറികളും ലാബുകളും ലൈബ്രറികളും മികച്ച മറ്റ് സൗകര്യങ്ങളും ഒരുങ്ങി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കണ്ണൂർ കോഴിക്കോട് ക്ലസ്റ്റർ, കോഴിക്കോട് വയനാട് ക്ലസ്റ്റർ തുടങ്ങിയ പദ്ധതികളിലൂടെ കിഡ്കോയുടെ മേൽനോട്ടത്തിൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വടകരയിലെ വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനകരമാണ്. തീരദേശത്തെ കുട്ടികൾക്കായി ഫിഷറീസ് വകുപ്പ് KSADC വഴി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും ഈ മേഖലയ്ക്ക് മുതൽക്കൂട്ടാണ്.
രംഗത്തും കിഫ്ബി ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്നു. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഡയാലിസിസ് സെന്റർ പദ്ധതിയുടെ പ്രയോജനം വടകരയിലെ വൃക്ക രോഗികൾക്കും ലഭിക്കുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ്. അതുപോലെ പകർച്ചവ്യാധികൾ നേരിടാൻ പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളെ സജ്ജമാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയും വടകരയിലെ ആരോഗ്യ മേഖലയ്ക്ക് കരുത്തേകും. ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി കിഫ്ബി സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളും പ്രധാനമാണ്. കോഴിക്കോട് പബ്ലിക് ഹെൽത്ത് സർക്കിളിന് കീഴിലുള്ള 38 കോടി രൂപയുടെ പദ്ധതിയിലൂടെ ഈ മേഖലയിലെ കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തുന്നുണ്ട്. ഇതിനകം 26 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞു. വടകരയുടെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകേകിക്കൊണ്ട് വടകര ഇൻഡോർ സ്റ്റേഡിയം, ശ്രീനാരായണ നഗരം ഇൻഡോർ സ്റ്റേഡിയം എന്നിവയുടെ നിർമ്മാണം കിഫ്ബി സഹായത്തോടെ കിറ്റ്കോ പൂർത്തിയാക്കി വരികയാണ്. 16 കോടി 28 ലക്ഷം രൂപയുടെ ഈ പദ്ധതിയുടെ 14 കോടി 80 ലക്ഷം രൂപയുടെ പണികൾ ഇതിനകം കഴിഞ്ഞു എന്നത് കായിക പ്രേമികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. ശ്രീനാരായണ നഗരം സ്റ്റേഡിയത്തിന്റെ 2ാം ഘട്ടം നിർമ്മിക്കുന്നതിനായി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ വഴി 4 കോടി 39 ലക്ഷം രൂപയുടെ പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് വടകരയിലെ കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യങ്ങൾ ഒരുക്കും. സർക്കാർ സേവനങ്ങൾ ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടെ റവന്യൂ വകുപ്പ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് വഴി വടകരയിൽ പുതിയ റവന്യൂ ടവർ നിർമ്മിക്കുന്നു. 26 കോടി 41 ലക്ഷം രൂപയുടെ ഈ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ വിവിധ സർക്കാർ ഓഫീസുകളിലായി ജനങ്ങൾക്ക് അലയേണ്ടി വരില്ല. നഗരസഭയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കിഫ്ബി പിന്തുണ നൽകുന്നുണ്ട്. വടകര മാർക്കറ്റ് നവീകരിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഇംപാക്ട് കേരള ലിമിറ്റഡിന് കിഫ്ബി അനുമതി നൽകിയിട്ടുണ്ട്. മാർക്കറ്റ് നവീകരണം പൂർത്തിയാകുമ്പോൾ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും അത് വലിയ ആശ്വാസമാകും. വടകര മുനിസിപ്പാലിറ്റിയിലെ മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. വടകരയുടെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും വരുന്നുണ്ട്. ലോകപ്രശസ്തമായ ഇരിങ്ങൽ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിനെ കേന്ദ്രീകരിച്ച് ഒരു സംയോജിത ടൂറിസം സർക്യൂട്ട് സ്ഥാപിക്കാനുള്ള പദ്ധതി കിഫ്ബിയുടെ പരിഗണനയിലാണ്. ഇത് യാഥാർത്ഥ്യമായാൽ പയ്യോളി മുതൽ വടകര വരെയുള്ള ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാകും. അതോടൊപ്പം തലശ്ശേരി പൈതൃക പദ്ധതിയുടെ ഭാഗമായുള്ള വികസനങ്ങളും വടകരയുടെ ടൂറിസം വളർച്ചയ്ക്ക് സഹായമാകും. ഇവയ്ക്കെല്ലാം പുറമെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകുന്നതിനായി KDISC നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം നൈപുണ്യ വികസന പദ്ധതിയും വടകരയിലെ യുവജനങ്ങൾക്കും പ്രയോജനപ്പെടും. വടകര നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ നിര തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഗതാഗത കുരുക്കഴിക്കുന്ന മേൽപ്പാലങ്ങൾ, യാത്ര സുഗമമാക്കുന്ന റോഡുകൾ, അറിവിന്റെ ലോകം തുറക്കുന്ന വിദ്യാലയങ്ങൾ, ആശ്വാസമാകുന്ന ആരോഗ്യ പദ്ധതികൾ, ദാഹം അകറ്റുന്ന കുടിവെള്ള പദ്ധതികൾ, കായിക സ്വപ്നങ്ങൾക്ക് ചിറകേകുന്ന സ്റ്റേഡിയങ്ങൾ, സർക്കാർ സേവനങ്ങൾ എളുപ്പമാക്കുന്ന റവന്യൂ ടവർ, നവീകരിക്കുന്ന മാർക്കറ്റുകൾ, ടൂറിസത്തിന് ഊർജം പകരുന്ന പുതിയ സംരംഭങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വികസനമാണ് കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. ഇത് വടകരയുടെ മുഖച്ഛായ മാറ്റിയെഴുതുകയാണ്. ഓരോ പദ്ധതിയും പൂർത്തിയാകുമ്പോൾ അത് ഈ നാടിൻ്റെ വളർച്ചയിലെ നാഴികക്കല്ലായി മാറും.
കൃത്യമായ ആസൂത്രണവും കാര്യക്ഷമമായ നിർവഹണവും ഉണ്ടെങ്കിൽ ഏത് നാടിനും വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വടകരയിൽ നമ്മൾ കാണുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി, താമരശ്ശേരി താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ബാലുശ്ശേരി നിയോജക മണ്ഡലം അത്തോളി, ബാലുശ്ശേരി, കായണ്ണ, കുരാച്ചുണ്ട്, കൊട്ടൂർ, നടുവണ്ണൂർ, ഉള്ളേരി എന്നീ കൊയിലാണ്ടി താലൂക്കിലെ ഗ്രാമപഞ്ചായത്തുകളും പനങ്ങാട്, ഉണ്ണിക്കുളം എന്നീ താമരശ്ശേരി താലൂക്കിലെ ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന ഈ ഹരിതഭൂമിയിൽ കിഫ്ബി എങ്ങനെയാണ് വികസനത്തിന്റെ പുതിയ അധ്യായം രചിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു നാട് കൈവരിക്കുന്ന പുരോഗതിയാണ് അവിടുത്തെ ജനജീവിതത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നത്. മികച്ച ആശുപത്രികൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാലയങ്ങൾ, സുഗമമായ ഗതാഗത സൗകര്യങ്ങൾ, ശുദ്ധമായ കുടിവെള്ളം, കാര്യക്ഷമമായ സർക്കാർ സേവനങ്ങൾ ഇവയെല്ലാം ഏതൊരു പൗരന്റെയും അവകാശമാണ്. ബാലുശ്ശേരി മണ്ഡലത്തിലെ ഈ 9 ഗ്രാമപഞ്ചായത്തുകളെയും ജനങ്ങളുടെ ഈ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനായി വലിയൊരു നിക്ഷേപമാണ് കിഫ്ബിയിലൂടെ സർക്കാർ നടത്തുന്നത്. കോടിക്കണക്കിന് രൂപയുടെ വിവിധ പദ്ധതികൾ വിവിധ നിർവഹണ ഏജൻസികളിലൂടെ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. നമുക്ക് ഓരോ മേഖലയും അടുത്തറിയാം. പൊതുജനാരോഗ്യ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് ബാലുശ്ശേരി തയ്യാറെടുക്കുന്നത്. മണ്ഡലത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ നവീകരണം അത്തോളി മുതൽ ഉണ്ണിക്കുളം വരെയുള്ള പഞ്ചായത്തുകളിലെ സാധാരണക്കാർക്കാണ് പ്രധാനമായും ആശ്വാസമാകുന്നത്. 23 കോടിയിലധികം രൂപയാണ് ഈ ബൃഹത് പദ്ധതിക്കായി കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. വാപ്കോസ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. നിലവിലെ പരിമിതികളെ മറികടന്ന് കൂടുതൽ രോഗികളെ ഉൾക്കൊള്ളാനും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ നൽകാനും ഈ നവീകരണം വഴിയൊരുക്കും. പുതിയ കെട്ടിട സമുച്ചയം, അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ, കൂടുതൽ കിടക്കകളോടുകൂടിയ വാർഡുകൾ, മെച്ചപ്പെട്ട ലബോറട്ടറി, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ഫാർമസി സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാകും. ബാലുശ്ശേരി, കൊട്ടൂർ, ഉള്ളേരി, പനങ്ങാട്, ഉണ്ണിക്കുളം തുടങ്ങിയ സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ പോലും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. ഇതിനകം 11 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു എന്നത് പദ്ധതിയുടെ വേഗതയെ സൂചിപ്പിക്കുന്നു. ഇതുകൂടാതെ കോഴിക്കോട് ജില്ലയ്ക്ക് മൊത്തമായി അനുവദിക്കപ്പെട്ട എന്നാൽ ബാലുശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന മറ്റ് 2 വലിയ ആരോഗ്യ പദ്ധതികളുമുണ്ട്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിൽ റോഡ്, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബാലുശ്ശേരി താലൂക്ക് ആശുപത്രി. 26 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാനും കുറച്ച് വർക്കുകൾ മാത്രമാണ് ഈ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കവിടെ പ്രവർത്തനം പൂർത്തീകരിക്കാനുള്ളത്. 3 നിലയിലായിട്ട്
എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഹോസ്പിറ്റലാണ് ഉയർന്നു വരാൻ വേണ്ടി പോകുന്നത്. മറ്റ് ഭൗതിക എല്ലാ സൗകര്യങ്ങളും കൂടി ഉള്ള പ്രവർത്തനത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. വികസന പ്രവർത്തനത്തിൽ കിഫ്ബിയുടെ ഫണ്ട് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ ബാലുശ്ശേരിയുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 7 പഞ്ചായത്തിൻ്റെ പരിധിയിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചിട്ടുള്ള ഫണ്ട് 2020 ഫസ്റ്റ് ഗഡു ലഭിക്കുകയും അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. കുറേ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് പുതിയ ബിൽഡിങ് ആരംഭിക്കുക, പഴയ ബിൽഡിങ് അവിടെ നിലനിർത്തിക്കൊണ്ട് ഒരു എൽ ഷേപ്പിലുള്ള ബിൽഡിങ്ങാണ് ആരംഭിച്ചത്. ആ എൽ ഷേപ്പിലുള്ള ബിൽഡിംഗ് ആരംഭിക്കുന്ന സമയത്ത് താഴെ ഭാഗം പാർക്കിങ്ങും അതിൻ്റെ മുകളിലോട്ട് 3 നിലയിലായിട്ട് ആണ് ബിൽഡിംഗ് പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്. ആ ബിൽഡിംഗ് പ്രവർത്തനം പൂർത്തീകരിക്കുന്നതോടുകൂടി എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള സ്കാനിങ് ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രസവത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള ഒരു ഹോസ്പിറ്റലായിട്ട് അത് ഉയർത്തിയെടുക്കാൻ കഴിയും. സാധാരണക്കാർക്ക് നിത്യവും എത്തിച്ചേരുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഒന്ന്, ഗുരുതരമായ വൃക്കരോഗം ബാധിച്ചവർക്ക് ആശ്വാസമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതിക്കായി 50 കോടി രൂപയിലധികമാണ് കിഫ്ബി നൽകുന്നത്. മറ്റൊന്ന്, പകർച്ചവ്യാധികൾ നേരിടാൻ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ്. 236 കോടിയുടെ ഈ പദ്ധതിയും നടപ്പിലാക്കുന്നത് KMSCL ആണ്. ഈ 2 പദ്ധതികളുടെയും ഗുണഫലം ബാലുശ്ശേരിയിലെ ആരോഗ്യ മേഖലയ്ക്കും വലിയ മുതൽക്കൂട്ടാകും. ഒരു നാടിന്റെ വികസനത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് അതിന്റെ ഗതാഗത ശൃംഖല. ബാലുശ്ശേരി മണ്ഡലത്തിലെ അത്തോളി, ബാലുശ്ശേരി, കൊട്ടൂർ, ഉള്ളേരി, നടുവണ്ണൂർ, ഉണ്ണിക്കുളം പഞ്ചായത്തുകളിലൂടെയും സമീപ പ്രദേശങ്ങളിലൂടെയും കടന്നുപോകുന്ന റോഡുകളുടെയും പാലങ്ങളുടെയും നവീകരണത്തിന് കിഫ്ബി നൽകുന്ന പ്രാധാന്യം വലുതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് കോഴിക്കോട് ബാലുശ്ശേരി റോഡിന്റെ നവീകരണം. 152 കോടി രൂപയുടെ ഈ മെഗാ പ്രൊജക്ട് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി കേരള ലിമിറ്റഡ് ആണ് നടപ്പിലാക്കുന്നത്. കേവലം ടാറിംഗ് മാത്രമല്ല, റോഡിന്റെ വീതി കൂട്ടൽ, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഓവുചാലുകളുടെ നിർമ്മാണം, സിഗ്നൽ സംവിധാനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയെല്ലാം ഈ നവീകരണത്തിന്റെ ഭാഗമാണ്. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ കോഴിക്കോട് നഗരവുമായുള്ള ബാലുശ്ശേരി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളുടെയും പ്രത്യേകിച്ച് ബാലുശ്ശേരി, കൊട്ടൂർ, ഉള്ളിയേരി, ഉണ്ണിക്കുളം പഞ്ചായത്തുകളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും. യാത്രാസമയം ഗണ്യമായി കുറയും. ഗതാഗത കുരുക്കുകൾക്ക് പരിഹാരമാകും. അപകടങ്ങൾ കുറയും. ഇവിടെയുള്ള കച്ചവടക്കാർക്കും കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്ന കർഷകർക്കും ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനകരമാകും. പദ്ധതിക്കായി അനുവദിച്ച തുക ഏതാണ്ട് പൂർണ്ണമായും റിലീസ് ചെയ്തു കഴിഞ്ഞുവെന്നത് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്നതിന് സൂചനയാണ്. മലയോര മേഖലയുടെ വികസനത്തിന് പ്രത്യേകിച്ച് കായണ്ണ, കുരാച്ചുണ്ട് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് അനുഗ്രഹമാകുന്നതാണ് ഹിൽ ഹൈവേയുടെ ഭാഗമായ തൊട്ടിൽ പാലം തലയാട് റോഡിന്റെ നവീകരണം. കേരള റോഡ് ഫണ്ട് ബോർഡ് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതിക്കായി 50 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ ഉണ്ണിക്കുളം പഞ്ചായത്തിലെ പുനൂർ പുഴയ്ക്ക് കുറുകെയുള്ള പുനൂർ ടൗൺ പാലത്തിന്റെ നിർമ്മാണവും പ്രാദേശിക ഗതാഗതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ പാലങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥ ഒഴിവാകും. ഈ പഞ്ചായത്തുകളിലെ ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനൊപ്പം നാടിന്റെ സാമ്പത്തിക പുരോഗതിക്കും ഈ പാലങ്ങൾ അടിത്തറയിടും. ഇവയുടെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ്. കൂടാതെ ഉള്ളിയേരി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പുതിയങ്ങാടി ഉള്ളിയേരി റോഡിന്റെ നവീകരണം പോലുള്ള പദ്ധതികൾ മൂല്യനിർണ്ണയ ഘട്ടത്തിലാണെന്നതും ഭാവിയുടെ പ്രതീക്ഷകളാണ്. അറിവിന്റെ ലോകത്തേക്ക് ബാലുശ്ശേരി മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലെയും കുഞ്ഞുങ്ങളെ കൈപിടിച്ചുയർത്തുന്ന വിദ്യാലയങ്ങൾ നാടിന്റെ അഭിമാനമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മുടെ സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ കിഫ്ബി വലിയ പിന്തുണയാണ് നൽകുന്നത്.
ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും ഒരു സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 250 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റാണ് ഈ പദ്ധതിയുടെ നിർവഹണ ഏജൻസി. മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കും. സ്മാർട്ട് ക്ലാസ് മുറികൾ, വിശാലമായ ലൈബ്രറികൾ, ആധുനിക സയൻസ് കമ്പ്യൂട്ടർ ലാബുകൾ, മികച്ച കളിസ്ഥലങ്ങൾ, ശുചിമുറികൾ തുടങ്ങിയ ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുങ്ങുന്നത്. ഇത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനൊപ്പം ഈ പഞ്ചായത്തുകളിലെ സർക്കാർ സ്കൂളുകളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇതിനു പുറമെ ജില്ലയിലെ വിവിധ സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് നവീകരിക്കുന്ന ഒന്നിലധികം പദ്ധതികളും കിഫ്ബി സഹായത്തോടെ പുരോഗമിക്കുന്നുണ്ട്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഇൻകൽ ലിമിറ്റഡ്, വാപ്കോസ് ലിമിറ്റഡ് തുടങ്ങിയ ഏജൻസികളാണ് ഈ പദ്ധതികളുടെ നിർവഹണം നടത്തുന്നത്. ഈ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ ബാലുശ്ശേരി, അത്തോളി, നടുവണ്ണൂർ, കൊട്ടൂർ, കായണ്ണ, കുരാച്ചുണ്ട്, ഉള്ളിയേരി, പനങ്ങാട്, ഉണ്ണിക്കുളം പഞ്ചായത്തുകളിലെ വിവിധ സ്കൂളുകൾക്ക് പുതുജീവൻ ലഭിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പ്രയോജനം നമ്മുടെ കുട്ടികൾക്കാണ് ലഭിക്കുന്നത്. ആരോഗ്യം, ഗതാഗതം, വിദ്യാഭ്യാസം എന്നീ സുപ്രധാന മേഖലകൾക്ക് പുറമെ ജനജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള മറ്റ് പല പദ്ധതികൾക്കും കിഫ്ബി സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ശുദ്ധമായ കുടിവെള്ളം മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും എത്തിക്കുക എന്നത് സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. കൊയിലാണ്ടിയിലും സമീപ പഞ്ചായത്തുകളിലുമായി നടപ്പിലാക്കുന്ന 850 കോടി രൂപയുടെ ബൃഹത്തായ ശുദ്ധജല വിതരണ പദ്ധതി കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ കൊയിലാണ്ടിയോട് ചേർന്ന് കിടക്കുന്ന ബാലുശ്ശേരി, അത്തോളി, നടുവണ്ണൂർ, കായണ്ണ, കൊട്ടൂർ, ഉള്ളിയേരി പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിൽ പുതിയ സബ് രജിസ്ട്രാർ ഓഫീസുകൾ നിർമ്മിക്കുന്ന പദ്ധതിയും പുരോഗമിക്കുന്നു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 10 സ്ഥലങ്ങളിലായി 12 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ കെട്ടിടങ്ങളിൽ ചേളന്നൂർ, നടുവണ്ണൂർ, പേരാമ്പ്ര എന്നിവിടങ്ങളിലെ ഓഫീസുകൾ ബാലുശ്ശേരി മണ്ഡലത്തിലെ അതാത് അതിർത്തി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകും. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, അതായത് ഈ 9 ഗ്രാമപഞ്ചായത്തുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കിഫ്ബി ഊന്നൽ നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ആധുനിക രീതിയിലുള്ള ശ്മശാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് കുരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഒരു ഗ്യാസ് ക്രിമറ്റോറിയം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് കിഫ്ബി അനുമതി നൽകിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ മുനിസിപ്പൽ ആൻഡ് പഞ്ചായത്ത് അസറ്റ് ക്രിയേഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ കേരള ലിമിറ്റഡ് ആണ് ഈ പദ്ധതികളുടെ മേൽനോട്ടം വഹിക്കുന്നത്. ഇത്തരം സൗകര്യങ്ങൾ ഓരോ പഞ്ചായത്ത് തലത്തിലും ലഭ്യമാക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. കിഫ്ബി പദ്ധതികളുടെ പ്രധാന സവിശേഷതകളിലൊന്ന് അവയുടെ ചിട്ടയായ നിർവഹണ രീതിയാണ്. ഓരോ മേഖലയിലെയും പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി പ്രത്യേക ഉദ്ദേശ കമ്പനികളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. കൈറ്റ്, KRFP, KMSCL, വാപ്കോസ്, റിക്, കില, ഇൻകൽ, KWA, KSCCL, ഇംപാക്ട് കേരള തുടങ്ങിയ ഏജൻസികൾ അതത് മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരാണ്. ഇത് പദ്ധതികളുടെ ഗുണമേന്മ ഉറപ്പാക്കാനും സമയബന്ധിതമായി പൂർത്തിയാക്കാനും സഹായിക്കുന്നു. കിഫ്ബി ഫണ്ടിന്റെ വിനിയോഗം കൃത്യമായ നിരീക്ഷണത്തിനും പരിശോധനയ്ക്കും വിധേയമാക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. ബാലുശ്ശേരി മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു പരിച്ഛേദം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും. കോടിക്കണക്കിന് രൂപയുടെ ഈ നിക്ഷേപങ്ങൾ കേവലം കെട്ടിടങ്ങളോ റോഡുകളോ മാത്രമല്ല, മറിച്ച് ഈ മുഴുവൻ പ്രദേശത്തിൻ്റെയും ഭാവിക്ക് വേണ്ടിയുള്ള കരുതൽ കൂടിയാണ്. വികസന വേദിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.